ഇനിയിപ്പോൾ വിശ്രമം നട്ടൊന്നുമില്ല. ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ജീവിതം എത്ര കാലം ഉണ്ടോ, ഞാൻ പറയുന്നുണ്ട് എപ്പോഴും, എനിക്ക് വിശ്രമം മരിച്ചതിന് ശേഷമാണ്. ഖബറിൽ അവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ നന്നായി വിശ്രമിക്കാം, ആ ജീവിതം നന്നാകണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ പലപ്പോഴും വിദേശത്തേക്ക് ഓടി വരികയും പല കാര്യങ്ങളിൽ ഇടപെടുകയും എല്ലാ കാര്യങ്ങളിലും തങ്ങളുടെ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് തങ്ങളെ ഒന്ന് വിളിച്ച് ഒരു വിഷമം പറയുമ്പോൾ കിട്ടുന്ന ഒരു സമാശ്വാസം, അതൊക്കെ ഇന്നും നിലനിന്ന് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. മാത്രമല്ല തങ്ങൾ ചെറിയ കുട്ടികളോട് സംസാരിക്കുന്നതും ഏറ്റവും മുതിർന്നവരോട് സംസാരിക്കുന്നതും ആ തങ്ങളുടെ ആ ഒരു കാണുമ്പോൾ ഒരു പക്ഷേ വളരെ ഷാർപ്പായിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു ഗൗരവം തോന്നുന്നുണ്ട് എന്ന് എല്ലാവരും പറയാറുണ്ട് ഫോട്ടോയിലൊക്കെ. പക്ഷേ തങ്ങൾ നേരിട്ടറിയുന്നവർ അത്രയും സ്നേഹത്തോടെ, അത്രയും ഒരു ഉപ്പാപ്പാൻ്റെ ഒരു സ്നേഹം പോലെ കരുതുന്നുണ്ട് അല്ലേ തങ്ങൾ? അങ്ങനെയാണല്ലോ കുഞ്ഞുമക്കളെ എൻ്റെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മിക്കവാറും ദേഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, എൻ്റെ നിഘണ്ടുവിൽ അങ്ങനെ സാധനം ഇല്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ദേഷ്യപ്പെടാറില്ല ഇല്ല. തങ്ങൾ. അപ്പോൾ ഞാൻ എപ്പോഴും ഏത് സമയത്തും ഫോൺ വിളിക്കാം. ചിലപ്പോൾ ഫോൺ റിസീവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വിളിക്കുന്ന എത്രയും വിളിക്കാം എന്നൊക്കെ പറയാറുണ്ട്. അതായത് തങ്ങൾ എല്ലാ മേഖലയിലും ഉള്ളവരെ, രാഷ്ട്രീയവും സാംസ്കാരികം ബിസിനസ് എല്ലാവരെയും തങ്ങൾ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാവരുമായിട്ട് നേരിട്ടുള്ള ബന്ധങ്ങൾ അത് തങ്ങൾ എങ്ങനെ കാത്തു സൂക്ഷിച്ചു പോകുന്നുണ്ട് തങ്ങൾ? അങ്ങനെയൊന്നും പറയുന്നതിനോട് എനിക്കതിൽ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഞാൻ സാധാരണ മനുഷ്യനല്ലേ, അതിന് എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക.